Hello everyone. In module 4, now we will talk about hypertension and osteoporosis. പ്രിയപ്പെട്ടവരെ, മൊഡ്യൂൾ 4ൽ ഇനി ഹൈപ്പർ ടെൻഷനെ കുറിച്ചും ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ചും മനസ്സിലാക്കാം. ഫസ്റ്റ് we will talk about hypertension. രക്താതിസമ്മർദ്ദം എന്ന് പറയുന്ന ഹൈപ്പർ ടെൻഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. What is hypertension? It is also called high blood pressure, BP. The normal BP of a healthy adult is 120 by 80. 120 systolic and 80 diastolic. Systolic pressure. What is systolic pressure? It is a pressure exerted by the blood on the walls of the blood vessels during the contraction of the heart. Diastolic pressure is a pressure exerted by the blood on the walls of the blood vessels during relaxation of the heart after contraction. The pressure greater than 140 by 90 mmHg is treated as high blood pressure. അപ്പോൾ എന്താണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം എന്ന് ഒന്നുകൂടി നോക്കാം. ഇതിനെ നമ്മൾ സാധാരണ ഹൈ ബി പി എന്നും വിളിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ നോർമൽ ബി പി എന്ന് പറയുന്നത് 120 by 80 ആകുമ്പോഴാണ്, അതായത് ബ്ലഡ് പ്രഷർ 120 by 80 ആയിട്ട് റീഡ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 120 സിസ്റ്റോളിക്കും 80 ഡയാസ്റ്റോളിക്കും ആണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ബ്ലഡ് ഓൺ ദി വാൾസ് ഓഫ് ദി ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ വാളിൽ ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന, അതായത് ഏൽപ്പിക്കുന്ന ഒരു സമ്മർദ്ദമാണിത്. എപ്പോ ഡ്യൂറിങ് ദ കോൺട്രാക്ഷൻ ഓഫ് ദി ഹാർട്ട് ചുരുങ്ങുന്ന സമയത്ത് ബ്ലഡ് വെസൽസിന്റെ വാളിൽ ബ്ലഡ് നൽകുന്ന ഒരു പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. Diastolic pressure is a pressure exerted by the blood on the walls of the blood vessels during relaxation of the heart after contraction. കോൺട്രാക്ഷന് ശേഷം, ചുരുങ്ങിയതിനു ശേഷം അത് റിലാക്സ് ചെയ്ത് വലുതാകുന്ന അവസ്ഥയിൽ ബ്ലഡ് വെസൽസിന്റെ വാളിൽ ബ്ലഡ് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണെന്ന് പറയുന്നത് ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ അയാൾ ബ്ലഡ് പ്രഷർ എത്രയുണ്ടെന്ന് തിരിച്ചറിയുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഒരു വ്യക്തിയുടെ ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ 140/90 എന്ന് പറയുന്ന റീഡിങ്ങിനേക്കാൾ മേളിലാണെങ്കിൽ, ഉയർന്നതാണെങ്കിൽ അതിനെ ഹൈ ബ്ലഡ് പ്രഷറായിട്ട് കണക്കാക്കാം. Let us look deep into details of hypertension, a condition in which the force of the blood against the artery wall is too high. Blood pressure is the force exerted by circulating blood against the walls of the body's arteries, the major blood vessels in the body. Hypertension is when blood pressure is too high. അത് നമുക്കിനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, വിശദമായി ചർച്ച ചെയ്യാം. ബ്ലഡിന്റെ പ്രഷർ സമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് പൊതുവെ നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അത് എവിടെയാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? ബ്ലഡ് വെസൽസിൽ. എപ്പോൾ ബ്ലഡ് ഒഴുകുന്ന സമയത്തും ബ്ലഡ് വെസൽസിൽ അത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സാധാരണയിലും കൂടുതലാകുന്ന അവസ്ഥയിലാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. യൂഷ്വലി ഹൈപ്പർ ടെൻഷൻ ഈസ് ഡിഫൈൻഡ് as blood pressure above 140 by 90 and is considered severe if the pressure is above 180 by 120. High blood pressure often has no symptoms. Over time, if untreated, it can cause serious health conditions such as heart disease and stroke. Eating a healthier diet with less salt, exercising regularly, and taking medication can help to lower blood pressure. അപ്പോൾ സാധാരണയായിട്ട് ഒരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് 140/90 എന്ന് പറയുന്ന റീഡിങ്ങിന് മേളിലേക്ക് വരുമ്പോഴാണ്, ബ്ലഡ് പ്രഷർ വരുമ്പോഴാണ് ഈ സാധാരണ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ എന്നൊരു വ്യക്തിയെ നമ്മൾ കാറ്റഗറിയിൽ പെടുത്തുന്നത്. പക്ഷെ അത് അതിതീവ്രമായ ബ്ലഡ് പ്രഷറായി മാറുന്നത് 180/120 എന്ന് പറയുന്ന സ്കോറിന് മുകളിലേക്ക്
ബ്ലഡ് പ്രഷർ പോകുമ്പോഴാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ശ്രദ്ധ ആവശ്യമുള്ള ഒരു അവസ്ഥയാണ്. ഇതിന് പ്രത്യേകിച്ച് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളൊന്നും കണ്ടുകൊള്ളുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായ സമയത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ ഹൃദയാഘാതം, സ്ട്രോക്ക് മുതലായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് വരെ ഈ ഹൈപ്പർ ടെൻഷന് സാധിക്കും. ഉപ്പ് കുറവുള്ള ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, കൃത്യമായ മരുന്ന് എന്നിവ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ ഒരു നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും ആ രോഗത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. What are the risk factors for hypertension? Modifiable risk factors include healthy diet, physical inactivity, consumption of tobacco and alcohol, and being overweight or obese. എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അതിന് രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സും മാറ്റാൻ സാധിക്കാത്ത തരത്തിലുള്ള കാരണങ്ങളും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, ഒരു മാറ്റം വരുത്തിയാൽ അല്ലെങ്കിൽ വരുത്താൻ സാധിക്കുന്ന തരം കാരണങ്ങൾ. എന്തൊക്കെയാണത്? നല്ലതല്ലാത്ത ഒരു ഭക്ഷണക്രമം, തെറ്റായിട്ടുള്ള ഭക്ഷണക്രമം, എക്സസൈസിന്റെ കുറവ്, വ്യായാമം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റികളുടെ കുറവ്, പുകവലി, മദ്യപാനം, കൂടാതെ അമിതവണ്ണം, പൊണ്ണത്തടി എന്നിവയാണ് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ചില സൂചനകളിൽ ചില ഫാക്ടേഴ്സ്. ഇനി എന്താണ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്? ഒരാൾക്ക് വ്യക്തിപരമായിട്ട് അയാൾക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. അത് ചില കാരണങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ പാരമ്പര്യം, പ്രായം, കൂടാതെ തന്നെ മറ്റ് അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ, അതായത് ഡയബറ്റീസ്, കിഡ്നി ഡിസീസസ്, ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അത്തരം കാരണങ്ങൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി മാറ്റുന്നത് കൊണ്ട് വലിയ കാര്യമായ മാറ്റമൊന്നും അതിലുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം രോഗങ്ങളും ഇതിനൊക്കെ ഈ ഹൈപ്പർ ടെൻഷന് കാരണമായി തീരുന്നു. The following are the signs and symptoms of hypertension: fainting, dizziness, low blood pressure, irregular heartbeat, fatigue, vomiting, nausea. താഴെ പറയുന്നവയാണ് സൂചനകളും ലക്ഷണങ്ങളും രക്താതിസമ്മർദ്ദത്തെ സംബന്ധിച്ച് കാണപ്പെടുന്നത്. തലകറക്കം, ഒരു തലചുറ്റൽ പോലുള്ള അവസ്ഥ, ബോധക്കേടുണ്ടാകൽ അല്ലെങ്കിൽ തലകറക്കം, താഴ്ന്ന രക്തസമ്മർദ്ദം, കൃത്യമല്ലാത്ത ഹൃദയമിടിപ്പ്, ക്ഷീണം, ഛർദിക്കൽ അല്ലെങ്കിൽ വോമിറ്റിംഗ്, ഛർദി, നൗസിയ, ഓക്കാനം അല്ലെങ്കിൽ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നു, അത് അല്ലെങ്കിൽ മനം പുരട്ടൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഛർദി ഉണ്ടാകാൻ പോകുന്നു എന്ന് തോന്നുന്ന അവസ്ഥ. ഇവയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. What are the common symptoms of hypertension? Hypertension is called a silent killer, which we discussed in the previous slide. Most people with hypertension are unaware of the problem because it may have no warning sign or symptoms. For this reason, it is essential that blood pressure is measured regularly. എന്താണ് ഹൈപ്പർ ടെൻഷന്റെ സൂചനകൾ എന്ന് നമുക്കൊന്നുകൂടി വിശദമായി പരിശോധിക്കാം. അത് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ ഹൈപ്പർ ടെൻഷൻ എന്ന ഒരു സൈലന്റ് കില്ലറാണ്. കാരണം എന്താണ്? ഇതുള്ള ആളുകൾ പൊതുവെ ഈ പ്രശ്നത്തിലാണ് അല്ലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നത് പലപ്പോഴും തിരിച്ചറിയാറില്ല. കാരണം അത് ഒരു പ്രത്യേകിച്ചുള്ള ഒരു ലക്ഷണങ്ങളോ രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരു അപായ സൂചനയോ ഒന്നും തന്നുകൊള്ളുന്നില്ലാത്തത് കൊണ്ട്
രോഗി ഒരിക്കലും ഈ രോഗത്തെ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അത് മറികടക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റെഗുലറായിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ് അതിനെ മറികടക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. When symptoms do occur, they can include early morning headaches, nose bleeding, irregular heart rhythm, vision change, buzzing in the ear, vomiting, confusion, anxiety, chest pain and muscle pain, etc. ഓക്കെ, അപ്പോൾ ഇത് ഒരു സിംറ്റംസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. ഇത് സിവിയർ ആണെങ്കിലും അല്ല തുടക്കത്തിലാണെങ്കിലും പലതരം സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഈ ചെവിയിൽ ഒരു മൂളലുണ്ടാകുക, തലവേദന, മൂക്കിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥ, ഹാർട്ടിൻ്റെ ബീറ്റ് ശരിയാകാതിരിക്കുന്ന അവസ്ഥ, കാഴ്ചയിലെ മങ്ങൽ, പിന്നെ ചെവിക്കുള്ളിൽ എന്തോ മൂളുന്ന പോലെയുള്ള തോന്നലുകൾ, ഛർദി, കൺഫ്യൂഷൻ, ആൻസൈറ്റി, ചെസ്റ്റ് പെയിൻ, ഇതൊക്കെ ഈ ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. The only way to dictate hypertension is to have a health professional measuring your blood pressure. എന്താണ് ഹെൽത്ത് പ്രഷർ? ഒരു മെഡിക്കൽ പ്രൊഫഷണൽ, ഹെൽത്ത് പ്രൊഫഷണൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ആണ് ഇതറിയാനുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും ഉചിതമായിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള മാർഗം. ഹാവിങ് ബ്ലഡ് പ്രഷർ മെഷേർഡ് ഈസ് ക്വിക്ക് ആൻഡ് പെയിൻലെസ്. അത് വളരെ എളുപ്പമുള്ള പ്രക്രിയയാണ്, വേദന ഉണ്ടാകാറില്ല. Although individual can measure their own blood pressure using automated devices, can evaluate by health professional is important for assessment of risk and associated conditions. നമുക്ക് മെഷീനൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അത് വെച്ച് ചെക്ക് ചെയ്യാമെങ്കിലും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ അത് ചെക്ക് ചെയ്ത് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് വിലയിരുത്തേണ്ടത് ഈ രോഗത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് അപകടങ്ങളെ മുന്നേ കാണുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിനും നമ്മൾ രോഗിയെ സഹായിക്കും. അപ്പം ചിലപ്പോൾ സ്വയം വിലയിരുത്തിയാൽ അത്രയും കൃത്യമായിട്ടത് ചെയ്യാൻ പറ്റിക്കണമെന്ന് ഇല്ല. of hypertension. Complications of hypertension include heart attack, neurological problems like stroke, etc., vision issues, blood vessel damage, headache, renal failure or kidney related issues, etc. ഒരു രക്തസമ്മർദ്ദം, രക്താതിസമ്മർദ്ദമുള്ള രോഗിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഹൃദയാഘാതം, നെർവ് സംബന്ധമായ പ്രശ്നങ്ങൾ ആയിട്ടുള്ള സ്ട്രോക്ക് മുതലായവ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, തലവേദന, ബ്ലഡ് വെസലിൻ്റെ ഡാമേജ് എന്നിവയാണ് ഈ ഹൈപ്പർ ടെൻഷൻ മൂലം ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ. What are the complications of hypertension? Among other complications, hypertension can cause serious damage to the heart. Excessive pressure can harden arteries, decreasing the flow of the blood and oxygen to the heart. This elevated pressure and reduced blood flow can cause chest pain, heart attack, which occurs when the blood supply to the heart is blocked and heart muscle cells die from lack of oxygen. The longer the blood flow is blocked, the greater the damage to the heart. Heart failure, which occurs when the heart cannot pump enough blood and oxygen to the vital body organs. Irregular heartbeat, which can lead to a sudden death. Hypertension can also burst or block arteries that supply blood and oxygen to the brain, causing a stroke. In addition, hypertension can cause kidney damage, leading to kidney failure. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം എന്തൊക്കെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന്. നമുക്ക് ഒന്നുകൂടി നോക്കാം.
അത് ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കൂടാതെ തന്നെ കിഡ്നിയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മൂന്ന് ഏരിയയും എന്ത് ചെയ്യാൻ കഴിയുന്നു? ഈ ഹൈപ്പർ ടെൻഷന് കുഴപ്പത്തിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ആകാതിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ തന്നെ ബ്രെയിനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുമ്പോൾ സ്ട്രോക്ക് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കും ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കാരണമാകുന്നു. How to prevent and manage hypertension? Let us see that in detail. Reducing salt intake, we have already discussed about it. We need not to have more than 5 gram or more than 5 gram of salt in our diet in a day. So when you reduce it, it will help to prevent chances of hypertension. Eating more fruits and vegetables, being physically active on a regular basis, avoiding use of tobacco, reducing alcohol consumption, limiting intake of food with high saturated fat, eliminating trans fat in diet. എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ഹൈപ്പർ ടെൻഷനെ തടഞ്ഞു നിർത്താമെന്ന് നോക്കാം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കൽ, ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറിയും ഫ്രൂട്ട്സും ആഡ് ചെയ്യുന്നത്, കൃത്യമായി റെഗുലറായിട്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത്, കൂടാതെ തന്നെ ഏറ്റവും മദ്യം, പുകവലി എന്നിവ നിർത്തുന്നത്, കൂടാതെ ഫാറ്റ്, മോശം കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നവയും ഒക്കെ നമ്മളെ ഒരു പരിധിവരെ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന അസുഖത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഇതിനെ അകറ്റി നിർത്താവുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ മാനേജ്മെന്റ് ടെക്നിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. Let us see how to manage it. Reducing and managing stress, regularly checking blood pressure, treating high blood pressure with medicines, consulting a doctor, or managing other medical or taking other medical options. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ഇതിനെ മാനേജ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ. എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നിന്നും കുറയ്ക്കുക, അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ മുതലായ പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക, കൂടാതെ തന്നെ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് മെഡിസിൻസ് കഴിക്കുക, അതുപോലെ തന്നെ കൃത്യമായി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇതിനെ ഒരു പരിധി വരെ മാനേജ് ചെയ്യുന്നതിന് സഹായിക്കും. കൂടാതെ തന്നെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയും ചെയ്യുക. This chart will give us an idea how to manage hypertension more clearly. Eat healthy, exercise, reduce weight, limit salt and caffeine intake, stop smoking, reduce alcohol or sugar consumption are the easiest ways to manage hypertension. നമുക്ക് ഈ ഒരു ചാർട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ തരും എങ്ങനെ ഹൈപ്പർ ടെൻഷനെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുള്ളത്. അതിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നല്ല ഭക്ഷണം കഴിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, വെയിറ്റ് കുറച്ച് ശരീരത്തിനെ ഒബിസിറ്റിയിൽ നിന്നും ഓവർ വെയിറ്റിൽ നിന്നും എത്തുന്നതിലേക്ക് തടയുക, പിന്നെ ഉപ്പ്, കോഫിയുടെ അമിത ഉപയോഗം എന്നിവ കുറയ്ക്കുക, പുകവലി, മദ്യപാനം മുതലായവ നിർത്തുക എന്നിവയാണ് ഇതിനെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗങ്ങൾ. ഇവയെല്ലാം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ എല്ലുകളുടെ ബലക്ഷയം. We are going to talk about this lifestyle disease now. നമ്മൾ ഈ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ എല്ലുകളുടെ ബലക്ഷയം എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാം. It is a disease caused by decreased bone density. Due to this the bone become very thin and fragile. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അസുഖം എല്ലുകളുടെ സാന്ദ്രതയിൽ കുറവുണ്ടാകുകയും അതുമൂലം എല്ലുകൾ ഉറപ്പില്ലാത്തതും കട്ടി കുറഞ്ഞതുമായി തീരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു
രോഗമാണ്. ഓസ്റ്റിയോപൊറോസിസ് ഈസ് എ ഡിസീസ് ദാറ്റ് thins and weakens the bones. Your bones become fragile and fracture easily, especially the bone in the hip, spine and wrist. മുന്നേ പറഞ്ഞത് തന്നെയാണ്, നമ്മളുടെ എല്ലുകളുടെ സാന്ദ്രത കുറയുകയും അതുമൂലം ഇത് വളരെ വേഗത്തിൽ ഉറപ്പില്ലാത്തതായി മാറുകയും അത് ഒരു പരിധിവരെ ഒടിയാൻ ഉള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. ഇത് സാധാരണ കണ്ടുവരുന്നത് എവിടെയാണ്? ഹിപ്പിലും ഇടുപ്പിലും അതുപോലെ തന്നെ നട്ടെല്ലിലും കൈയിലും ഒക്കെയാണ് കണ്ടുവരുന്നത്. കൈകാലുകളിലും ഒക്കെയാണ് ഇത് കണ്ടുവരുന്നത്. Strong bones should have higher bone density, but due to osteoporosis, the bone become weak and breakable. It can lead to fracture of bone. അത് മുന്നേ പറഞ്ഞത് തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ശക്തിയുള്ള ഒരു ബോണിന്, ഒരു എല്ലിന് സാന്ദ്രത ആവശ്യമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖം ആ എല്ലിന്റെ സാന്ദ്രതയെ കുറയ്ക്കുകയും കൂടാതെ തന്നെ എല്ലുകളെ ഒടിയാൻ വരെ തക്ക രീതിയിൽ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ എല്ലുകൾ ഒരു പക്ഷേ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോൺ ഒടിയുന്ന സാഹചര്യം വരെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇതിന് വളരെ പ്രകടമായ സിംറ്റംസോ സൂചനകളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ഇത് ഒരു തരം സൈലന്റ് ആയിട്ടുള്ള ഒരു അസുഖം കൂടിയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇറ്റ് ഡെവലപ്പ് ഗ്രാജുവലി വിത്തൗട്ട് ഷോയിങ് എനി ഐഡന്റിഫയബിൾ സിംറ്റംസ്, സോ ഇറ്റ് ഈസ് കോൾഡ് എ സൈലന്റ് ഡിസീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് സിംറ്റംസ് ഇല്ലാത്തതിനാൽ ഇതിനെ ഒരു സൈലന്റ് ഡിസീസ് എന്ന് കൂടി നമുക്ക് വിളിക്കാം. Let us discuss more detail about osteoporosis. Osteoporosis, as we discussed before, osteoporosis is a disease that decreases the bone strength, and so it increases the chance of breakage of bone. Osteoporosis consists of two words, that is osteo and porosis. Osteo means bone, porosis means small holes. Osteoporosis affects 10 million people each year, especially those who are over 50s. Bone that can commonly break includes the backbone, wrist and the hip. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് നോക്കി ചർച്ച ചെയ്തു പോവാം. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്നത്? മുന്നേ പറഞ്ഞ പോലെ ഇതൊരു ബോണിന്റെ ഒരു ബലം കുറയുന്ന ഒരു തരം അസുഖമാണ്. ഇതുമൂലം നമ്മുടെ ബോണ് ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഇത് വന്നിരിക്കുന്നത് രണ്ട് വാക്കുകളിൽ നിന്നാണ്. അത് ഓസ്റ്റിയോ എന്നതും പൊറോസിസ് എന്നതാണ്. ഓസ്റ്റിയോ എന്നാൽ ബോൺ, ബോൺ എന്നാൽ എല്ല്, പൊറോസിസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ. അപ്പോൾ സുഷിരങ്ങളുള്ള എല്ല് എന്ന വാക്കിൽ നിന്നാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ലോകത്ത് 50 വയസ്സിന് മേലുള്ള ആളുകളെയാണ് പൊതുവെ ഇത് ബാധിച്ച് കാണപ്പെടുന്നത്. 10 മില്യൺ ആളുകളെങ്കിലും ഓരോ വർഷവും ഈ ഓസ്റ്റിയോപൊറോസിസ് രോഗം ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. ഇത് സാധാരണ ഇത് ബാധിക്കുന്നത് സ്പൈനൽ കോഡ്, ബാക്കിനെയും നമ്മുടെ കൈയെയും അതുപോലെ തന്നെ ഹിപ്പിനെയാണ്. കൂടാതെ തന്നെ ഇപ്പോൾ ഇത് മുട്ടിന് താഴേക്കും ഒക്കെ കണ്ടുവരുന്നുണ്ട്. കോസസ് ഓഫ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസിന്റെ കാരണങ്ങൾ: ലോ കാൽഷ്യം ഡയറ്റ്, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഫാമിലി ഹിസ്റ്ററി, ജെൻഡർ, ethnicity are the causes of osteoporosis. നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്തു പോവാം. കാൽസ്യം ഡയറ്റിലെ ഭക്ഷണത്തിൽ കാൽസ്യത്തിന്റെ കുറവ്, ഫിസിക്കൽ ആക്ടിവിറ്റികളുടെ കുറവ്, ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പാരമ്പര്യം, ജെൻഡർ നമ്മളുടെ ആണ് പെണ്ണ് എന്ന് പറയുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങൾ, എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വംശപരമായ വ്യത്യാസങ്ങൾ. ഇവയൊക്കെയാണ് പൊതുവിൽ ഒരു ഓസ്റ്റിയോപൊറോസിസിനുള്ള കാരണമായി പറയുന്നത്. ഇവ ഒരു ജനറൽ റീസൺസ് ആണ്. ഇതുകൂടാതെ മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. അത് ഇഞ്ചുറി പോലുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ ചില തെറ്റായ പ്രാക്ടീസുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, ഇതൊക്കെ ഓസ്റ്റിയോപൊറോസിസിനുള്ള കാരണമായി പറയപ്പെടുന്നുണ്ട്. Signs and symptoms of osteoporosis: bone pain or tenderness, fracture with little or no trauma, loss of height over time, neck or lower back pain due to fracture are the common
സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസുള്ള അതിലേക്കുള്ള ഒരു സൂചനകളും ലക്ഷണങ്ങളും ഈ താഴെ പറയുന്നവയൊക്കെയാണ്. എല്ലുകൾക്കുണ്ടാകുന്ന വേദന, മരവിപ്പ് മുതലായവ, ചെറിയ ആഘാതം മൂലം പോലും എല്ലുകൾക്കുണ്ടാകുന്ന ഒടിവ്, ഉയരം കുറയുന്നത്, കഴുത്തിനും നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്തിനും വേദനയുണ്ടാകുകയോ ഒടിവുകൾ സംഭവിക്കുകയോ ചെയ്യുന്നത്. There are some more commonly seen symptoms or signs of osteoporosis. They are hunched or stooped posture, back pain, easier than usually bone fracturing, decreased height, which we have already discussed. അപ്പോൾ ഇത് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ സാധാരണയായി കണ്ടുപോകുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്, ലക്ഷണങ്ങൾ കൂടിയുണ്ട്. അവയാണ് ഇനി പറയുന്നവ. കൂന് എന്ന് പറയുന്ന അവസ്ഥ, ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്, സ്ഥിരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ലോവർ ബാക്ക് ഏരിയയിൽ. കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു, ബോൺ വളരെ വേഗത്തിൽ ഒടിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കൂന് മൂലം ഹൈറ്റ് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ. ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന ഒരു ലക്ഷണങ്ങൾ. കൂന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബാക്ക് വളഞ്ഞു വരുന്ന അവസ്ഥയാണ്. പലപ്പോഴും പ്രായമായ ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ്. അവർക്ക് ഹൈറ്റ് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ ഒരു ഓസ്റ്റിയോപൊറോസിസിന്റെ ലക്ഷണമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. Osteoporosis. Let us discuss how can we prevent osteoporosis, which we have all discussed. Since it is a lifestyle disease, a modification in the lifestyle can definitely prevent the chances of osteoporosis. അപ്പോൾ ഇത് എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് വരുന്നതിനെ തടഞ്ഞു നിർത്താമെന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതൊരു ജീവിതശൈലി രോഗമായി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ജീവിതശൈലി വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താം. കൃത്യമായ ഡയറ്റ്, vitamin D, including vitamin D in the diet, avoid the smoking, daily calcium intake, 15 minutes of working outside, exposed to sunlight, weight bearing exercises. അതായത് കൃത്യമായിട്ടുള്ള ഡയറ്റ്, അമിതവണ്ണം ഒക്കെ ഇരിക്കുന്ന തരത്തിലുള്ള നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമം, ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി ഉൾപ്പെടുത്തുന്നത്, കൂടാതെ തന്നെ കാൽഷ്യം പെർസെൻറ്റേജ് ഉൾപ്പെടുത്തുന്നത്, പുകവലി, മദ്യപാനം മുതലായവ നിർത്തുന്നത്, സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലുള്ള ജോലികളിൽ മിനിമം 15 മിനിറ്റെങ്കിലും ഉള്ള തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നത്, കൃത്യമായ വ്യായാമം എന്നിവ ഓസ്റ്റിയോപൊറോസിസിനെ തടഞ്ഞു നിർത്തുന്നതിനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നു. The following are the important questions related to these two lifestyle diseases, that is hypertension and osteoporosis. Remember to note down these questions and answers in your notebook.